ഹലോ ഗൈസ്, ഞാനൊരു മുട്ട ബിരിയാണി വെക്കാൻ പോവുകയാണ്. അരിക്കുള്ള പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി, അരി, നെയ്യ്, 3 മുട്ട പൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മുട്ട കൂടി അടുപ്പത്ത് കണ്ട് പൊതിനല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ മുട്ട ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസുകൾ. ചമ്പട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി വെക്കാനായിട്ട്, ചോറ് വെക്കാനായിട്ട്. നെയ്യ് ലേശം കൊടുക്കുക, നമ്മൾ എടുക്കാൻ പോകുന്നത് മുട്ട, കറാമ്പൂവ്, കറുകപ്പട്ട, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസുകൾ, രസം, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് എടുക്കാൻ പോകുന്നത്, ചതച്ചത് വെക്കുന്നുണ്ട്. കറുകപ്പട്ട, ഒരു പൂവ്, ജാതിക്ക, പിന്നെ കറാമ്പൂവ്, വലിയ ജീരകം, 3 ഏലക്കായ്. നെയ്ച്ചോറിലേക്കുള്ള ഒന്ന് കണ്ണ് നല്ലോണം മൂത്ത് വരച്ച് 3 ചെറുതാക്കി കഷ്ടപ്പെട്ട് 3 പച്ചമുളക്, വലിയ വെള്ളം നോക്കട്ടെ. 1 ഗ്ലാസ് അരിയാണ്. ഇത്ര വേണം. 2-3 തക്കാളിയുള്ളപ്പോൾ 1 ഗ്ലാസ് അരി അതിൽ പൊട്ടി കൊടുക്കുകയാണ്. വെള്ളം വേണം, അതിനാണ് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ വാങ്ങിക്കുകയാണ്. മുട്ട മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. മസാലകൾ എല്ലാം തയ്യാറാക്കാൻ പോവുകയാണ്. ഉള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഉള്ളിയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞാൽ രസം പോകും. ഒന്ന് കോരി കൊടുക്കുകയാണ്. ഞങ്ങളൊരു മുട്ട ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. മുട്ട ഉടഞ്ഞ് നമ്മൾ ദമ്മിടുമ്പോൾ ഉടഞ്ഞ് പോകുള്ളൂ. 5 മുട്ട ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ആക്കാൻ പറ്റുന്ന എണ്ണ. അതവരുണ്ടെങ്കിൽ നമ്മൾ കമ്മൻറ്റ് ലൈക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചട്ടിച്ചാണ് ചോറാണ്. ഉള്ളി ചതച്ചത് കൊടുക്കുന്നത്. 4 പച്ചമുളക് കൊടുക്കുന്നത്. ഇത് വലിയ ജീരകം പൊടിച്ചത്, കറുമസാലപ്പൊടി, കാശ്മീരി ചില്ലി, മുളക്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊട്ടി കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത്ര മസാല വേണം. മസാല നമ്മളേക്ക് മുട്ട ബിരിയാണി മസാല നെയ്യാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ്. മുട്ട ദം ബിരിയാണി ലെവലായിട്ടുണ്ട്. അത് വരെ വെക്കാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും ലൈക്കും കണ്ടിട്ട് കൂടി വെക്കാൻ പോകുകയാണ്. മുട്ട ദം ബിരിയാണി നല്ല ചെറുതാക്കി നോക്കി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. മസാല അതൊക്കെ പറയാൻ വേണ്ടി കുറച്ച് വാങ്ങുള്ളൂ.
ഇങ്ങനെ വന്നിട്ടുണ്ട്. ബിരിയാണി, പിന്നെ കച്ചമ്പറുണ്ട്, ചീരക്കറി ഉണ്ട്, ഇഞ്ചി, ബീഫ് വരട്ടിയത്, നാരങ്ങ അച്ചാർ, ചിക്കൻ കറി. ഇതൊക്കെയാണ് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലുകൾ.